കുറേ കാലത്തിന് ശേഷം ചെറിയൊരു യാത്ര എടുത്തേക്കാന്നല്ലേ കൊച്ചിയിലേക്ക് കേട്ടാ. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. രാവിലെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ എത്തിയപാട് നല്ലൊരു വെജിറ്റേറിയൻ കട ഉണ്ട്. അപ്പോൾ ഇവർ നമ്മൾ വീഡിയോയിലും കാണുന്ന ആളായതുകൊണ്ട് ആടെ ഒന്ന് കയറി നല്ല മസാല ദോശ ഇത് വിട്ടുള്ള പരിപാടി നമുക്കില്ല കേട്ടാ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പെട്ടെന്നൊരു വീഡിയോ കോൾ. അതിതാ നമ്മൾ അച്ചൂട്ടനും മമ്മിയും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ വീഡിയോ കോളിൽ. ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് ഇവരെല്ലാം കൂടി ഇവരെ വീട്ടിൽ അഴീക്കോട് പോയി കേട്ടാ. അപ്പോൾ ഇതാ ട്രെയിനിലെത്തിയിട്ടുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പം ഇപ്പോൾ TTR വന്നിട്ട് വേണം ടിക്കറ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടുന്ന് സാധാ ടിക്കറ്റ് എടുത്ത് എനിക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വെയിറ്റിങ്ങിലാണ്. എന്നാലും AC കയറി നല്ല രസം, നല്ല സുഖമല്ലേ. സംഗതി ചീറ്റി പോയി കേട്ടാ. TTR വന്നു, സീറ്റ് ഫുൾ ബുക്കിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് സീറ്റില്ല. അപ്പുറം പോയിരിക്കാൻ പറ്റിയതാ. ഇപ്പുറം വന്നിരുന്നപ്പോൾ ഇതാ കുറച്ച് ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ട്. ഇവർ കൊച്ചിയിലാണ്, നമ്മളെ സിദ്ദിഖ് ബായും ചങ്ങായിയാണ്. പിന്നെ ഇതാ ട്രെയിനിൽ ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. ഇതെല്ലാം കണ്ട് നേരം കൂട്ടി നമ്മളിതാ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നല്ല വിശപ്പ് കേട്ടാ. ഇനി നേരെ ഫുഡ് തന്നെയാണ് അടുത്ത പരിപാടി കേട്ടാ. അങ്ങനെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ട്. അവിടെയും നമ്മൾ ഓർഡർ ചെയ്യുന്നത് നമ്മുടെ മസാല ദോശ തന്നെ. അപ്പോൾ അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നമ്മളതിന് നേരെ റൂം തപ്പിയുള്ള യാത്രയാണ്. ഫസ്റ്റ് ഇതൊരു റൂം നമ്മൾ നോക്കുമ്പോൾ റൂമിൻ്റെ ജനൽ അവർ തുറക്കലുമല്ലേ, അതിനുള്ള പൊടി കയറുന്നതായിട്ട് എന്നല്ല പറയുന്നത്. എനിക്ക് നല്ല തുറസായ റൂം തന്നെ വേണം, നല്ല ശ്വാസം കിട്ടുന്നത്. രണ്ടാമത് റൂമിൽ നമ്മൾ കയറിയാൽ നോക്കുമ്പോൾ നല്ല സ്റ്റാൻഡേർഡാണ്. പക്ഷേങ്കിൽ ഒരു ഇടുങ്ങിയ പോലെ ഒറ്റ ജനലേ ഉള്ളൂ, ശ്വാസം മുട്ടും പോലെ. അവിടുന്ന് നമ്മളിറങ്ങി അടുത്ത റൂമിൽ നോക്കിയുള്ള യാത്രയാണ്. അതിനിടയ്ക്ക് നമുക്ക് നല്ലൊരു ഓട്ടോക്കാരനെ കിട്ടിയേട്ടാ, നമ്മുടെ സ്വന്തം പൊന്നപ്പേട്ടൻ. അങ്ങനെ പൊന്നപ്പാട്ടിന് കൂട്ടിയായി അടുത്ത കറക്കം. സമയം കുറേ ലേറ്റായേ. അപ്പോൾ ഓട്ടോയിൽ കുറേ ദൂരം കറങ്ങിയിട്ടാണ് അടുത്തൊരു ഹോട്ടൽ കിട്ടിയത്. അപ്പോൾ ഇവിടെ റൂം നോക്കുമ്പോൾ മോശമൊന്നുമില്ല, പക്ഷേ പ്രശ്നം ഇതന്നെ, ജനൽ തന്നെയാണ് പ്രശ്നം. നോക്കിയേ, ഇവിടെ ഒരു കുഞ്ഞ് ജനലാണ്, അതിൻ്റെ തൊട്ടപ്പുറം ഒരു ബിൽഡിങ്. അപ്പം എന്നാ എയർ പാസിങ് ഇല്ല. ഞാൻ പറഞ്ഞു ഇവിടെയും ശരിയാവില്ല, എനിക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല, നല്ല കാറ്റുണ്ടെങ്കിൽ ഉറക്കം നടക്കില്ല. നമ്മൾ 3 ദിവസം കൊച്ചിയിലുണ്ടേ. അപ്പം 3 ദിവസം താമസിക്കേണ്ട റൂം നല്ലൊരു റൂമായിട്ടെന്ന് ഞാൻ വിചാരിച്ച് നമ്മളിതാ വീണ്ടും യാത്ര തുടർന്ന. ഇതാ ഒരു നല്ല സ്റ്റാൻഡേർഡ് സ്ഥലം കേട്ടാ. അവസാനം റൂം കയറി നോക്കുമ്പോൾ ഒരു ഇടുങ്ങിയ റൂം, അതും ശരിയായിട്ടില്ല. നേരെ ഇറങ്ങി. ഇതാണ് നമ്മളെ പൊന്നപ്പാട്ടം കേട്ടാ. നിങ്ങൾ പറയുന്നവർക്ക് നല്ല വ്യൂ കിട്ടൂലേ, നല്ല കാറ്റ് കിട്ടിയോ ജനൽ പറഞ്ഞാല് കിട്ടൂലേ, ഉറപ്പല്ലേ? കറക്റ്റാ, ഇതും പറ്റിയില്ല. നല്ല കാറ്റ് വേണം. അല്ല നമ്മൾ 3 ദിവസം നിൽക്കുന്നില്ല, അപ്പൊ നല്ല ഒരു സ്ഥലം നോക്കി സെലക്ട് ചെയ്യാന്നാ വിചാരിക്കുന്നത്. ഈ റൂമെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടും അല്ലേ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവുമെന്ന് വിചാരിക്കുന്നത്. നല്ല ഫിഷൊക്കെ ഉണ്ട് അല്ലേ, നല്ല മണമുണ്ട്. ഇതാ മുഴുത്ത റൂമല്ല, നല്ല കാറ്റും വെളിച്ചം കിട്ടുന്ന റൂം ഉണ്ടോ ഇവനെ? നല്ല കാറ്റ് ഒരു വെളിച്ചെല്ലാം കിട്ടുന്ന ടൈപ്പാണ് വേണ്ട, കുറച്ച് എയർ പാസിംഗ് ഉള്ള. അതുകൊണ്ട് നല്ല മുഴുത്ത റൂം നമുക്ക് ആക്കി തന്നെന്ന് വിചാരിക്കുന്നു. ജനലും ഓപ്പണാന്നോ ഇവനെ? അടക്ക് ഇത് തുറന്നോട്ടെ. ആ മതി വന്നപ്പോട്ടെ, ഇത്രയും കൊണ്ടല്ലേ. കാറ്റുണ്ട്. AC ഇല്ലേ? AC ഓക്കെ, AC ഉണ്ട്, കാറ്റും ഉണ്ട്. അപ്പോൾ നമുക്കിത് നല്ല ചെറിയൊരു ക്യൂട്ട് റൂം ഉണ്ടല്ലേ. പക്ഷേ ഏറ്റവും ആവശ്യമില്ല ജനൽ വയ്ക്കണം. നല്ല ഓപ്പൺ ജനൽ. ഇതാ ഇപ്പുറവും നല്ല ഓപ്പൺ ആയിട്ട് നോക്കുക, ഇതും നല്ല തുറന്നു കഴിഞ്ഞാൽ വിശാലം. കൊതുകുണ്ടോന്ന് അറിയില്ല, പക്ഷേ ആ ശുദ്ധമായി വരുമ്പോൾ ഒരു സുഖം. മറൈൻ ഡ്രൈവിൽ നമ്മൾ റൂം നോക്കിയാൽ വലിയ റൂമാണ്. അതായത് 2 റൂമിൻ്റെ വലിപ്പമുണ്ട്. പക്ഷേ വെച്ചാൽ ഗ്ലാസ് ഉണ്ട്, പക്ഷേ ഗ്ലാസ് ഒന്നും അവർ തുറക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ തുറന്നിട്ടില്ല ശരിയാ. കള ഇതിനോട് സ്മെല്ല് കയറുമ്പോൾ തന്നെ അറിയാലോ, ഹോട്ടലിലുള്ള സ്മെല്ല്. എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. ആ ഒരു ആങ്സൈറ്റി 4 സ്ഥലത്ത് നോക്കി അവസാനം പാസ്സായി നോക്കിയിട്ട് നമ്മളെ കുഞ്ഞു റൂമിൽ നമ്മളെ സാരഥിന്റെ പേര് പൊന്നപ്പാട്ടം നമ്മൾ അവസാനം ഇവിടെ എത്തിച്ചേട്ടാ. ഒരുപാട് റൂമിൽ ഓരെ കൊണ്ട് പോയിട്ട് ഓരോ പറയാ ഇതുപോലൊരു കസ്റ്റമർ എനിക്ക് ആദ്യമായിട്ട് ഇട്ട് വന്നു. അപ്പോൾ ഏതായാലും നമ്മൾ വിചാരിച്ച റൂം പോലെ ആയിട്ടില്ല. ഞാൻ ചെറിയൊരു ബാൽക്കണി പോലെയാണ് ഉദ്ദേശിച്ചത്. പുറത്ത് എന്നിട്ട് വ്യായാമം ചെയ്യാൻ. നമ്മൾ 3 ദിവസം നമ്മൾ നിൽക്കുന്നത്. രാവിലത്തെ വ്യായാമം എല്ലാം കറക്റ്റാന്ന് പറഞ്ഞല്ലേ ഒരാഴ്ച. നാളെ ഓടാൻ പോലെ നമ്മൾ രാവിലെ മറൈൻ ഡ്രൈവിൽ ഓടാൻ പോകും. അവിടുന്ന് വ്യായാമം വാമ്പെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരേണ്ട പരിപാടി. പക്ഷേ ഇവിടുന്ന് മറൈൻ ഡ്രൈവ് കുറച്ച് ദൂരമുള്ളല്ലേ. അപ്പം 2 കിലോമീറ്റർ. അപ്പം നമ്മൾ നാളെ തന്നെ എടുത്ത് റൂം മാറും. എൻ്റെ മറൈൻ ഡ്രൈവിന് അടുത്തുള്ള ഏതൊരു റൂം നാളെ കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടെ നിൽക്കാമെന്ന് വിചാരിക്കുന്നത്. നാളെയും മറ്റന്നാളും. കാരണം നമുക്ക് രാവിലെ അടിച്ച് ഓടാൻ പോടാണ് വ്യായാമം ചെയ്യേണ്ടതാണ്. വീട്ടിൽ നിന്ന് മാറിയിട്ട് വേറെ സ്ഥലത്ത് വരുമ്പോഴല്ലോ വേറെ തന്നെ വൈവാ. നമ്മളിതുപോലെ മുമ്പ് കൊറോണ സമയത്ത് നമ്മളൊരു റിസോർട്ടിൽ റൂമിലും താമസിച്ചില്ല. അപ്പോൾ ആറ് നല്ല ഇതന്നെ അവസ്ഥ. രാവിലെ എനിക്ക് ഞാൻ ഓടാൻ പോകും. കാരണം പുതിയ സ്ഥലത്ത് ഓടാൻ നമുക്ക് ഭയങ്കര രസമാണ്. ടൂറിലും പോയി കഴിഞ്ഞാൽ പുതിയ സ്ഥലത്ത് ഓടുമ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലത്തല്ല നമ്മൾ പോക്ക് കൂടുതൽ. അപ്പോൾ അവിടെ നിന്ന് ഓടാൻ നമുക്ക് ഭയങ്കര രസമാണ്. അതുപോലെ ഇവിടെയും ഓടാനൊരു സുഖമാണ്. അപ്പോൾ പിന്നെ നമ്മളേതല്ലോ ഇനി ഫുഡ് അടിക്കണമല്ലോ അല്ലേ.
അപ്പോൾ നമ്മൾ പൊന്നപ്പാട്ടിനെ ഇപ്പം വിളിക്കണം. പൊന്നപ്പാട്ട് ഇപ്പം വരുന്നത് വീണ്ടും പൊന്നപ്പാട്ട്. അപ്പോൾ പൊന്നപ്പാട്ടിനെ കൂട്ടി നല്ല ഫുഡ് അടിക്കാൻ വേണ്ടി പോകണം. പൊന്നപ്പാട്ടങ്ങൾ പോയിട്ടില്ലേ? പോയിട്ട് വന്നാ? ഇത്രയും ആത്മാർത്ഥതയുള്ള പൊന്നപ്പാട്ട് വേറെ ഇല്ല. വിളിച്ചിട്ട് അല്ലേ 2 മിനിറ്റ് അപ്പോഴത്തേക്ക് പൊന്നപ്പാട്ട് എടുത്തേട്ടാ. നോക്കിയിട്ട് ഓട്ടോ പുതിയ സ്റ്റൈലാണ്. ഇതെന്നാ പൊന്നപ്പാട്ട് ഇന്ന് കെട്ടീന്? ഇതെന്തിനാ കെട്ടീന്? ഇങ്ങനെ മഴയെല്ലാം പോയില്ലേ? മഴ പോയി എന്നിട്ട് പൊന്നപ്പാട്ട ദൂരം ഇല്ല കേട്ടാ. അടുത്ത നമ്മളെ പരിപാടി ഭക്ഷണം തേടുള്ള യാത്രയാണ്. അതിനിടയ്ക്ക് പൊന്നപ്പാടിനോട് കുറേ സംസാരിച്ചേട്ടാ. പൊതുവെ ഈ കൊച്ചിയിലെ ഓട്ടക്കാരെല്ലാം പറ്റിക്കുന്ന ഞാൻ കേട്ടെ. പക്ഷെ പൊന്നപ്പാടിനുണ്ടല്ലോ ഇത്രയും ശുദ്ധനായ ഒരു മനുഷ്യൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായേനെ. നമ്മൾ പൊന്നപ്പാട്ടിനെയും കൂട്ടി അങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തിയ പൊന്നപ്പാടുണ്ടല്ല മിക്ക സമയത്ത് നോക്കുമ്പോൾ മൊബൈലിൽ ഉണ്ടാവുക. അപ്പം ഞാൻ ചോദിച്ചിരുന്നത് പൊന്നപ്പാട്ടാന്ന് നോക്കുമ്പോൾ മൊബൈലെന്ന് അറിയുക ഓരോ മോളെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കുക, വീഡിയോ ഇങ്ങനെ നോക്കുക, അത് നോക്കി ആസ്വദിക്കലാന്ന് പൊന്നപ്പാട്ടൻ്റെ പണി. ഇത്ര വലിയ കൊച്ചിയിൽ ഓട്ടോ എടുക്കുന്ന പൊന്നപ്പാട്ടൻ്റെ ലോകം ഉണ്ടല്ല വളരെ ചെറുതാണ്. ഇതാ ഓരോ മോളെ കുട്ടി, ഭാര്യ, അങ്ങനെ ചെറിയ കുടുംബാന്ന് ഓരോ ലോകം ഫുൾ ടൈം ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക കേട്ടോ. ഓരോ സംസാരം കേൾക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ആ ഒരു നിഷ്കളങ്കത അത് ഭയങ്കരമാണ് കേട്ടോ. എന്താ പറയുക, നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പൊന്നപ്പാട്ടിന്. ഭക്ഷണമൊന്നും വേണ്ടെന്നാ പൊന്നപ്പാട്ട് ആദ്യം പറഞ്ഞത്. നമ്മളൊപ്പം വന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ട് നമ്മൾ വിടുമോ? നിർബന്ധിച്ച് പിടിച്ചിരുത്തി അങ്ങനെ പൊന്നപ്പാട്ടിന് ഭക്ഷണം കൊടുത്തിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി നാളെ മുതൽ നമ്മൾ കറങ്ങേണ്ട ദിവസമാണ്. ഇപ്പം നമ്മളിനി നേരെ ലോഡ്ജിലേക്ക്.